ഹലോ കൂട്ടുകാരെ, ഇതുണ്ടോ ഉഴുന്നുവട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. പിന്നെ അരച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടു. പിന്നെ ഒരു കുഞ്ഞ് വെല്ലുള്ളി, ഒരു 2 പച്ചമുളക്, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ എല്ലാം കൂടി കുഴച്ച് വെച്ചാണ് ഞാൻ ഇന്ന് ഉഴുന്നുവട ഉണ്ടാക്കാൻ പോകുന്നത്. സ്കൂളില്ലാത്ത ദിവസമല്ലേ, അപ്പോൾ അനന്തവിന് പ്രത്യേകിച്ച് വേറെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എത്ര ബേക്കറി വാങ്ങിച്ചാലും മതിയാവില്ല ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അത് ഭയങ്കര കാര്യമാണ്. ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉഴുന്നുവട ഇടാൻ പോവാണ്. അപ്പം നമ്മളുടെ കടൻ്റെ അത്ര വലിപ്പമില്ലെങ്കിലും ഒരു ചെറിയൊരു ഉഴുന്നുവട കേട്ടോ. അതായത് നമ്മൾ കയ്യിൽ വെള്ളമാക്കണം കേട്ടോ. വെള്ളമാക്കിയാലേ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. അപ്പോൾ ഒട്ടിപ്പിടിക്കാത്തത് കൊണ്ട് വെള്ളമല്ലേ, അതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടണേ, അല്ലെങ്കിൽ എണ്ണ മുഖത്ത് തെറിക്കും. നമുക്ക് 2 എണ്ണം ഇടേണ്ട സ്ഥലമുണ്ട്. അതൊന്നുകൂടി ഇടാം. ചെറിയ ചെറിയ ഉഴുന്നുവടയല്ലേ, അതുകൊണ്ട് കയ്യിൽ ആദ്യം വെള്ളമാക്കണം കേട്ടോ. വെള്ളമാക്കിയില്ലെങ്കിൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കേ. ഒരുവിധം വരും, എന്നാൽ ഒരുപാട് വലുതല്ല. അത് നമ്മളെ വീട്ടിലല്ലേ, അപ്പോൾ വലിയ ഭംഗിയില്ലെങ്കിലും ഒരുവിധം കുഴപ്പമില്ലാത്ത ഉഴുന്നുവടയാണ് കേട്ടോ. നമ്മൾ അരിപ്പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ അരിപ്പൊടി ഇടുമ്പോൾ ക്രിസ്പി ആയിരിക്കും, പിന്നെ ഒട്ടില്ല കേട്ടോ. വേറെ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടാൽ നല്ലപോലെ ഒരുപാട് സോഫ്റ്റാകും. അപ്പോൾ അരിപ്പൊടി ഇടുമ്പോൾ ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. നമ്മൾ ഉഴുന്നുവട വേകട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിടാം കേട്ടോ. ബ്രൗൺ കളർ ആവട്ടെ. ഉഴുന്നുവട ഒരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ഭാഗം മറിച്ചിടാം കേട്ടോ. അതല്ല നല്ല പാകമായിട്ടോ ഉഴുന്നുവട. അടിഭാഗവും കൂടി ഒന്ന് വേകട്ടെ. ഇതുണ്ടോ നല്ല പാകമായിട്ടുണ്ടേ, പാകത്തിന് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിയോ, ഉഴുന്നുവട എടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട 2 സൈഡ് ഉണ്ടോ, 2 സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കത് കോരി എടുക്കാം. നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ചൂടാറിയ കഴിക്കുക. വലിയ ബലമില്ല കേട്ടോ, പക്ഷെ അരിപ്പൊടി ഇട്ടതുകൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഉഴുന്നുവട വലിപ്പം കുറവാണ്, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.